ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ സ്റ്റാൻഡേർഡ് 8ലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ആണ്. പാർട്ട് 1ലെ ആദ്യത്തെ ലെസനായ ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്ററാണ്. ഇൻവേർഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അധിനിവേശവും ചെറുത്തുനിൽപ്പും, അതാണ് ആ രണ്ട് വേർഡ്സിൻ്റെ അർത്ഥം. ഈ ഒരു ലെസൺ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഇന്ത്യയിൽ വി ഗോട്ട് ഇൻഡിപെൻഡൻസ് 1947. ബിഫോർ ദ പീരീഡ് there are several Europeans who came to India. So one among them was the Portuguese. So Europeans had a trade relations with the other part of the world from ancient times. All of you know. നമുക്കറിയാം, പുരാതന കാലം മുതൽ തന്നെ യൂറോപ്യന്മാർക്ക് മറ്റുള്ള ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളുമായി കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ഏഷ്യ വാസ് ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. നമ്മുടെ കോണ്ടിനെൻ്റായ ഏഷ്യയും ഇതിൽ ഉൾപ്പെടുന്നു. ദീസ് കണക്ഷൻസ് ലെഡ് ടു ഡിസ്കവറി ഓഫ് എ ഈസ്റ്റ്വാർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് 15th century. ഈ ബന്ധങ്ങളാണ് അവരെ ഒരു കിഴക്ക് ഭാഗത്തോടെ ഈസ്റ്റ് വാഡിലൂടെ ഒരു കടൽപാത കണ്ടുപിടിക്കാനായിട്ട്, യൂറോപ്പിൽ നിന്നും കിഴക്ക് ഭാഗത്തുകൂടി ഒരു കടൽപാത കണ്ടുപിടിക്കാനായിട്ട് ഏതാണ്ട് 15ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തോടുകൂടി യൂറോപ്യന്മാർക്ക് കഴിഞ്ഞു. ദ മെയിൻ റീസൺ ഫോർ ദീസ് ആർ ഫോളോസ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ ഒരു കടൽ മാർഗം, ഒരു കടൽപാത കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞത്? അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ മെയിൻ റീസൺസ് ഫോർ ദീസ് ആർ ആസ് ഫോളോസ്. ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. ടെക്നോളജിക്കലി നൂതന സാങ്കേതിക വിദ്യകൾ അവർക്ക് കപ്പൽ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു. ഗ്രോത്ത് ഇൻ ടെക്നോളജി അബൌട്ട് ജിയോഗ്രഫി. ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് യൂറോപ്യന്മാർക്കുണ്ടായിരുന്നു. അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ഇതുകൂടാതെ കോമ്പസ് മേക്കിങ്ങിലും കോമ്പസ് നിർമ്മാണത്തിലും മാപ്പ് നിർമ്മാണത്തിലും പ്രാവീണ്യമുള്ളവരായിരുന്നു യൂറോപ്യന്മാർ. ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജേഴ്സ് പ്രൊവൈഡഡ് നോളജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദ വെൽത്ത്. ഇതുകൂടാതെ വോയേജേഴ്സിൻ്റെ, സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങളും അവരെ ഈ കടൽപാത കണ്ടുപിടിക്കാനായി യൂറോപ്യന്മാരെ സഹായിച്ചു. ദ കൊമേഴ്സ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ ഇൻ യൂറോപ്പ്. ഇതുകൂടാതെ പെപ്പറിന് നല്ല മാർക്കറ്റ് യൂറോപ്പിലുണ്ടായിരുന്നു. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പല വ്യക്തികളും കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ, നമ്മുടെ സ്റ്റേറ്റിലുമൊക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇഷ്ടം പോലെ കൃഷിയുള്ളതും ഇവിടെ കർഷകർ കൂടുതലായിട്ട് പെപ്പറൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്സ്. ഈ ഒരു സമയത്താണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചത്. അതും ഒരു റീസണാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്യന്മാർ ഈ ഒരു കടൽപാത കണ്ടുപിടിക്കുകയും എസ്പെഷ്യലി നമ്മുടെ രാജ്യത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടായതും. ദ പോർച്ചുഗീസ് വെയർ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ ബൈ സീ. ഇന്ത്യയിൽ ആദ്യമായി കടൽമാർഗം എത്തിയ യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ. വാസ്കോ ഡ ഗാമ ഫ്രം പോർച്ചുഗൽ വാസ് ദ ഫസ്റ്റ് ടു റീച്ച് ഇൻ ഇന്ത്യ ബൈ സീ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസുകാരനായിരുന്നു വാസ്കോ ഡ ഗാമ. നമുക്കിപ്പോൾ ഏകദേശം ഒരു ആദ്യത്തെ പോർഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്യന്മാർ കിഴക്ക് ഭാഗത്തുകൂടി ഒരു കടൽപാത കണ്ടുപിടിച്ചതെന്ന് ഉള്ള കാരണങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു.